കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. നാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു. ലോകം ജീവിതം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളും ഷെക്കീന ടിവിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിലപ്പെട്ട സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം ഇപ്രകാരമാണ്: നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം കതിരും പതിരും തമ്മിൽ വേർതിരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്ന്. കതിരും പതിരും ഏതാണെന്ന് തിരിച്ചറിയപ്പെടുന്ന കാലഘട്ടമാണ് നാം ജീവിക്കുന്ന കാലഘട്ടം. പതിരിനി കതിരായി നടിക്കുവാൻ പറ്റില്ല. കതിരിനി പതിര് പോലെ ജീവിക്കുവാനും പറ്റില്ല. കതിര് കതിരായും പതിര് പതിരായും തിരിച്ചറിയപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ പല രീതിയിലും പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ട് നാം യഥാർത്ഥത്തിൽ ദൈവമാഗ്രഹിക്കുന്ന കതിരാണോ അതോ അഭിനയത്തിലൂടെ കടന്നു പോകുന്ന പതിരാണോ എന്ന് പരിശോധിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുകയാണ്. ആണ് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങളിലൂടെയും നാം കടന്നു പോകേണ്ടി വരും. ഇത് എന്നിലുള്ള പതിരിനെ പരിശോധിക്കുന്ന നിമിഷമാണ്. ഇത് എന്നിലുള്ള പതിരിനെ ഒരുപക്ഷെ അത് തകർത്ത് കളയുന്ന നിമിഷങ്ങളാണ്. കതിരായി ദൈവസന്നിധിയിൽ വിളയുന്നതിനു വേണ്ടി നമ്മൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങളിലൂടെയും പരിശോധനകളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മളെ തന്നെ നാം ഒന്ന് പരിശോധിക്കണം. എത്രമാത്രം തീഷ്ണതയോടുകൂടിയാണ് ദൈവീക കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നത്, എത്രമാത്രം ആഴമുള്ള ഒരു ബന്ധമാണ് എനിക്ക് ദൈവമായി സ്ഥാപിച്ചെടുക്കുവാൻ സാധിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും പലരുടെയും അഭിപ്രായങ്ങൾ നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കാറുണ്ട്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിശ്വാസത്തിനെതിരായിട്ട്, സഭയ്ക്കെതിരായിട്ട്, സഭയുടെ പ്രബോധനങ്ങൾക്കെതിരായിട്ടൊക്കെ പല രീതിയിലുള്ള തെറ്റായ ബോധ്യങ്ങൾ നൽകുന്ന ചില വീഡിയോകളും ചില വ്യക്തികളുടെ സന്ദേശങ്ങളൊക്കെ നമ്മൾ ശ്രവിക്കുമ്പോൾ നാം സംശയിച്ചു പോകുന്നുണ്ട്. അവിടെയൊക്കെ ഒരു പതിര് പോലെ കനമില്ലാത്തത് കൊണ്ടാണ്, കതിരായി മാറാത്തത് കൊണ്ടാണ് നാം ഇത് പലപ്പോഴും ചഞ്ചലചിത്തരായി പോകുന്നത്. പതിരിന് കനമില്ല, അതിനുള്ളിൽ കാതലില്ല. കതിരിന് കനമുണ്ട്, അതിനുള്ളിൽ കാതലുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നിത്യരക്ഷയ്ക്കുള്ള എൻ്റെ ഈ യാത്രയിൽ, എൻ്റെ ഈ ഒരുക്ക സമയങ്ങളിൽ ഞാനിപ്പോൾ കതിരായാണോ നിൽക്കുന്നത് അതോ പതിരായാണോ നിൽക്കുന്നതെന്ന് സ്വയം വിലയിരുത്തുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇത് രണ്ടും പരിശോധിക്കപ്പെടുന്ന ഒരു നിമിഷം വരും. അപ്പോൾ പതിര് അത് പാറിപ്പോകുകയില്ല, കത്തിച്ച് ചാമ്പലാക്കുകയും കതിരിനെ എടുത്തുപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധ നമ്മോട് പറയുക, മക്കളെ, നിങ്ങൾ പതിരായി പോകരുത്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ആഴപ്പെടണം.
ഈ ലോകത്തിൻ്റെ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ ദൈവം പരിശോധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കാതലുള്ള കട്ടിയുള്ള കതിരായി നിങ്ങൾ കാണപ്പെടണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്രകാരമാണ് കതിരായി ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നതെന്നും പരിശുദ്ധ അമ്മ പറഞ്ഞത്. അമ്മ പറയുകയാണ്, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ഘോര സമരം ചെയ്ത് ദൈവസന്നിധിയിൽ വിജയം വരിച്ചേ പറ്റൂ. പരിശുദ്ധ അമ്മ പറയുകയാണ്. പരിശുദ്ധ അമ്മ, എനിക്ക് നിങ്ങളെ വിജയിപ്പിച്ചേ പറ്റൂ. അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ ദൗത്യം ഏറ്റെടുത്താണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി ഘോര സമരം ചെയ്ത് വിജയിച്ചേ പറ്റുമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുക. കതിരുകളോട് പറയുകയാണ്. പതിര് പാറിപ്പോകും, അവിടെ ഇവിടെ എല്ലാം പോകും. എന്നാൽ കതിരായി നിൽക്കണമെങ്കിൽ നീ വിശുദ്ധിക്ക് വേണ്ടി ഘോര സമരം ചെയ്യണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് വിശുദ്ധി? നമ്മുടെ സംസാരത്തിൻ്റെ വിശുദ്ധി, നാവിൻ്റെ വിശുദ്ധി, അധരത്തിൻ്റെ വിശുദ്ധി, നമ്മുടെ കണ്ണിൻ്റെ വിശുദ്ധി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വിശുദ്ധി. എന്താണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ? കണ്ണ്, കാതിൻ്റെ വിശുദ്ധി, നമ്മുടെ മണം, അതായത് മൂക്കിൻ്റെ വിശുദ്ധി, നമ്മുടെ ത്വക്കിൻ്റെ വിശുദ്ധി, സ്പർശനങ്ങൾ, നമ്മുടെ നാവിൻ്റെ വിശുദ്ധി, രുചി, നാവിലൂടെ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ എല്ലാം നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. ഇതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, മക്കളെ, നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി ഘോര സമരം ചെയ്ത് വിജയിച്ചേ പറ്റുമെന്നാണ് പരിശുദ്ധ അമ്മ പറയുക. അതിനുവേണ്ടി നമ്മൾ തീക്ഷ്ണമായി, ഇതൊരു ഘോര സമരമാണ്. കാരണം ഇന്ന് ലോകം മുഴുവൻ അശുദ്ധി നിറഞ്ഞിരിക്കുകയാണ്. ഈ ലോകത്ത് അശുദ്ധി അത്രമാത്രം നിറഞ്ഞിരിക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് അത് വലിയ ശ്രമകരമായ കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, ഘോര സമരം ചെയ്യണം. അതിന് നമ്മുടെ ശരീരത്തിനെ കർശനമായി നിയന്ത്രിക്കണം. പലപ്പോഴും ഞാൻ പങ്കുവച്ചിരിക്കുന്ന ഒരു വചനമാണല്ലോ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുലിഖിതം. വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഇതാണ് ഘോര സമരം. എൻ്റെ കണ്ണുകളെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനും വിമർശിക്കാനും താഴ്ത്തിക്കെട്ടാനും അഹങ്കാരത്തോടുകൂടി സംസാരിക്കാനും ഒക്കെ എൻ്റെ നാവിന് പ്രലോഭനം ഉണ്ടാകുമ്പോൾ എൻ്റെ നാവിനെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. അശുദ്ധമായ കാര്യങ്ങൾ കേൾക്കാനും അതിൽ ആസ്വദിക്കാനും ഒക്കെ പ്രേരണ ഉണ്ടാകുമ്പോൾ എൻ്റെ കാതുകളെ കർശനമായി ഞാൻ നിയന്ത്രിച്ച് കീഴടക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ സ്പർശനങ്ങൾ, എൻ്റെ നാവ്, ഇതെല്ലാം കർശനമായി എൻ്റെ ത്വക്ക് നിയന്ത്രിച്ച് കീഴടക്കുന്നു. വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ, വിശുദ്ധിക്ക് വേണ്ടി ഘോര സമരം ചെയ്യുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയാണ് ഈ സമരത്തിലാണ് ഞാൻ കതിരാണോ പതിരാണോ എന്ന് ദൈവം പരിശോധിക്കുന്നത്. കതിരായി ഈ സമരത്തിൽ വിജയിച്ചേ പറ്റൂ എന്നാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്. മക്കളെ, നമുക്കൊരു ഓപ്ഷനില്ല, നീ വിജയിക്കണം. വിശുദ്ധിക്ക് വേണ്ടി ഘോര സമരം ചെയ്ത് നീ ഇന്ന് വിജയിച്ചു പറ്റും. നമ്മൾ ഓരോരുത്തരും, പ്രായമുള്ളവരായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, ചെറുപ്പക്കാരായിക്കോട്ടെ, നമ്മളൊക്കെ ഇന്നൊരു സമരത്തിൽ ഏർപ്പെട്ടിരിക്കുക. ചിന്തിച്ചു നോക്കിയേ, ഞാൻ ഏത് രീതിയിലാണ് വിശുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്? ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ എത്രമാത്രമാണ് സമരം ചെയ്യുന്നതെന്ന് വ്യക്തിപരമായി നാം പരിശോധിക്കണം. ചിലർക്ക് നാവിൻ്റെ ദുരുപയോഗമായിരിക്കാം വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അവർക്ക് മനസ്സമാധാനം ഇല്ല. എന്തെങ്കിലും നന്മ കാണുമ്പോഴും മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ താഴ്ത്തിക്കെട്ടിയില്ലെങ്കിൽ അവർക്ക് മനസ്സമാധാനമില്ല. നാവ് കൊണ്ട് മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന അനേകരുണ്ട്. വിശുദ്ധി നഷ്ടപ്പെടുന്ന മേഖലയാണ്. അല്ലെങ്കിൽ മറ്റു പല രീതിയിലും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി പരിശോധിക്കണം. എൻ്റെ വിശുദ്ധി എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? ഏത് മേഖലയിലാണ് എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന സാഹചര്യമെന്ന് നാം പരിശോധിക്കണം. ആ മേഖലയിൽ
നമ്മൾ ഘോര സമരം ചെയ്ത് വിജയിച്ചേ പറ്റൂ എന്നാണ് പരിശുദ്ധ അമ്മ പറയുക. ഇനി വീണ്ടും പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പറയുകയാണ്, പരാതിയുമായി പരമോന്നതന്റെ മുൻപിൽ സാത്താൻ എത്തുമ്പോൾ പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും നിങ്ങൾ അവനെ പരാജയപ്പെടുത്തണമെന്ന് പരിശുദ്ധം പറയുക. പരമോന്നതന്റെ മുൻപിൽ പരാതിയുമായി, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് പരാതിയുമായി സാത്താൻ ചെന്ന് വെല്ലുവിളിക്കുന്ന ഒരു നിമിഷമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് യൂദാസിന്റെ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. വിശുദ്ധ ലിഖിതത്തിൽ യൂദാസിന്റെ ലേഖനം എന്ന് പറയുന്ന ലേഖനം ഒരൊറ്റ അധ്യായമേ ഉള്ളൂ. ഈ യൂദാസിന്റെ ലേഖനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, പ്രധാന മാലാഖയായ മിഖായേൽ മാലാഖ സാത്താൻ മോശയുടെ ശരീരത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ വെല്ലുവിളി ഉയർത്തിയപ്പോൾ, മോശയുടെ ശരീരത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ സാത്താൻ വാദിച്ചപ്പോൾ മിഖായേൽ മാലാഖ കടന്നു വന്ന് അവനെ ശാസിക്കുന്നത് നാം കാണുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ മോശ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? മോശ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത മോശ. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കർത്താവിൻ്റെ പ്രത്യേക ദൂതനായി ദൈവം തിരഞ്ഞെടുത്ത മോശ. ദൈവം നേരിട്ട് സംസാരിച്ച മോശ പ്രവാചകൻ, അവന്റെ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഈ മോശ പ്രവാചകനാണ് 40 രാവും 40 ദിവസവും ഉപവസിച്ച് ദൈവസന്നിധിയിൽ നിന്ന് 10 കൽപ്പനകൾ ഏറ്റുവാങ്ങിയ മോശപ്രവാചകൻ. മോശപ്രവാചകന്റെ വിശുദ്ധി, അവന്റെ ത്യാഗം, പരിത്യാഗം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറത്താണ്. ഈ മോശപ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് നയിച്ചപ്പോൾ വഴിമധ്യേ നമുക്കറിയാം ചെങ്കടൽ പിളർന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ നയിച്ച് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച മോശപ്രവാചകൻ, കർത്താവിന് വേണ്ടി വർഷങ്ങൾ ഓടിയ മോശപ്രവാചകൻ. ഈ പ്രവാചകന്റെ ശരീരത്തിന് വേണ്ടി, ഈ പ്രവാചകന്റെ ശരീരത്തെ ചൊല്ലി പിശാച് ദൈവസന്നിധിയിൽ വാദപ്രതിവാദത്തിന് വേണ്ടി കടന്നു വന്നുവെന്ന് വചനത്തിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ളവരെ ചിന്തിക്കണം, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്താണ്? ഇത്രമാത്രം ദൈവത്തോട് ചേർന്നിരുന്ന, ഇത്രമാത്രം പരിത്യാഗം ചെയ്ത് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ച് ദൈവത്തോട് ദൈവം നേരിട്ട് സംസാരിച്ച് ദൈവകാര്യങ്ങളുടെ 10 കൽപ്പനകൾ വാങ്ങി ഇത്രമാത്രം കർത്താവിന് വേണ്ടി ജീവിച്ച ഈ വലിയ വിശുദ്ധനെ, ആ വിശുദ്ധനായ മോശപ്രവാചകന്റെ ശരീരത്തിന് വേണ്ടി, അവന്റെ ആത്മാവിന് വേണ്ടി സാത്താൻ ദൈവസന്നിധിയിൽ വെല്ലുവിളി ഉയർത്തിയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്, പരാതിയുമായി പരമോന്നതന്റെ മുൻപിൽ പിശാച് കടന്നു ചെല്ലുന്ന ഒരു സമയമുണ്ട്. നമുക്ക് വേണ്ടി ആരും അതിൽ നിന്നൊരു എക്സെപ്ഷൻ അല്ല, നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. അമ്മ പറയുകയാ, അപ്പോൾ നമ്മൾക്ക് ആ സാഹചര്യത്തിൽ ഇവനെ പരാജയപ്പെടുത്തണമെങ്കിൽ പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും മാത്രമേ ഈ പിശാചിനെ നമുക്ക് പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂവെന്ന്. ഇവിടെയുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കണം. നമ്മുടെ പരിത്യാഗ ജീവിതം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും മാത്രമേ ഇവയെ നമുക്ക് പരാജയപ്പെടുത്തുവാൻ സാധിക്കൂ. അതുകൊണ്ട് നാം എത്രമാത്രം വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ച് ഘോര സമരം ചെയ്ത് ഇവനെ പരാജയപ്പെടുത്താമോ അത്രമാത്രം നമ്മൾ പരിശ്രമിക്കണം. ഇനി ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ദ്രിയ നിഗ്രഹമാണ്. ഞാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കാൻ ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. ഇന്ദ്രിയ നിഗ്രഹം, നമ്മുടെ ആഗ്രഹങ്ങളെ, ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന ആഗ്രഹങ്ങൾ നമ്മൾ നിഗ്രഹിക്കണം. അപ്പോൾ
നമുക്ക് ഇവനെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. അതാണ് പരിത്യാഗം. ചില കാര്യങ്ങളൊക്കെ കാണണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം. ചില കാര്യം ഭക്ഷിക്കാൻ ചില ഭക്ഷണങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കണം. എനിക്ക് ആഗ്രഹമുള്ളത്, എൻ്റെ ജഡം എന്നോട് ചോദിക്കുന്ന ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം. അവിടെയാണ് നാം വിജയം വരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നാം വിജയിച്ചേ പറ്റുമെന്നാണ് പരിശുദ്ധൻ പറയുക. അതിനായിട്ട് അമ്മ പറയുകയാണ്, മക്കളെ, ദൈവപിതാവിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ പുത്രനായ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുവാൻ ഞാൻ എന്നെ തന്നെ പരമപിതാവിന് സമർപ്പിച്ച ഈ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അമ്മയായ ഞാൻ, യേശുക്രിസ്തുവിൻ്റെ അമ്മയായ ഞാൻ, ഈ യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്യുകയാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ തനിച്ചല്ല. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അമ്മയോട് ചേർന്ന്, അമ്മയോട് സഹകരിച്ച് യുദ്ധം ചെയ്യുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്കിതുപോലെയുള്ള വിശുദ്ധിക്കെതിരായ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ അമ്മയെ വിളിക്കണം, അമ്മയുടെ സഹായം തേടണം, നമ്മൾ ജപമാല എടുത്ത് പ്രാർത്ഥിക്കണം. അവിടെയാണ് പരിശുദ്ധ അമ്മ കടന്നു വന്ന് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം നമുക്ക് വേണ്ടി സാത്താൻ ദൈവസന്നിധിയിൽ പരാതിയുമായി കടന്നു ചെല്ലുമ്പോൾ പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും ചെറിയ ചെറിയ പരിത്യാഗ പ്രവൃത്തികൾ കൊണ്ട് അവനെ കീഴടക്കുവാൻ, പരാജയപ്പെടുത്തുവാനുള്ള ഈ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, വീണ്ടും പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്, മലിനമായതൊന്നും നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ സൂക്ഷിക്കരുത്. മലിനമായതെല്ലാം നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ഉപേക്ഷിക്കണം. കാരണം മലിനമായതൊന്നും ആത്മാവിന് ഇഷ്ടമല്ല. മലിനമായതൊന്നും നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പരിശുദ്ധ അമ്മ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണിച്ചേച്ചിക്കാണ് ഈ സന്ദേശം നൽകിയതും ഈ ഉദാഹരണം പറഞ്ഞു കൊടുത്തതും. അമ്മ പറഞ്ഞു, നമ്മളുടെ ശരീരത്തിൽ ഒരു മുള്ള് കൊണ്ടാൽ, ആ മുള്ള് ശരീരത്തിൽ കയറി തറച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക? അവിടം പഴുക്കും. അതിനുശേഷം നമുക്ക് നല്ല വേദന ഉണ്ടാകും. പിന്നീട് അത് പല രീതിയിലുള്ള അസ്വസ്ഥതകളിലേക്ക് നയിക്കും. ആ മുള്ള് എടുത്ത് കളയുന്നത് വരെ ശരീരം അതിന് സാധാരണ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വലിയ അസ്വസ്ഥതയിലൂടെ കടന്നു പോകും. ഈ മുള്ള് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ മരുന്ന് വെച്ചെങ്കിൽ മാത്രമേ ആ പഴുപ്പിനെ വീണ്ടും നമുക്ക് അതിനെടുത്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അമ്മ പറയുകയാണ്, ഇതുപോലെയാണ് നമ്മുടെ ആത്മാവിൽ മലിനമായ എന്തെങ്കിലും കിടന്നാലുള്ള അവസ്ഥ. അത് പഴുക്കും. പഴുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സെപ്റ്റിക്കായി വളരെ മോശമായ രീതിയിലേക്ക് പിന്നീട് അത് പോകാനുള്ള സാധ്യതകളുണ്ട്. അത് ശരീരത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ ആത്മാവിന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധൻ പറയും. അതുകൊണ്ട് അമ്മ പറയുകയാണ്, അതുകൊണ്ട് മക്കളെ, നിങ്ങൾ മലിനമായതൊന്നും ആത്മാവിൽ സൂക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മലിനമായതാണ്, മ്ലേച്ഛതയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വഴിയെ പോകരുത്. ശരീരത്തിൽ ഏതെങ്കിലും സാഹചര്യം കടന്നു വന്നാൽ അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട്, അതില്ലാതെ മലിനമായതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടൊരു ജീവൻ നയിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ വീണ്ടും നൽകിയ ഒരു സന്ദേശം ഇപ്രകാരമാണ്: ദൈവം വലിയ പ്രതീക്ഷയോടുകൂടി ഈ ലോകത്തെ സൃഷ്ടിച്ച് ഒരു പൂന്തോട്ടം പോലെ കാവൽക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ കാവൽക്കാർ സുഖാന്വേഷികളായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഈ പൂക്കളെല്ലാം വെള്ളം കിട്ടുന്നില്ല, അവർക്ക് വളം കിട്ടുന്നില്ല. അങ്ങനെ പൂക്കളെല്ലാം ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു സന്ദേശം പരിശുദ്ധ അമ്മ നൽകിയത്. ഇപ്പോൾ സഹോദരനെ, നമ്മളെല്ലാവരെയും ദൈവം കാവൽക്കാരായി ചില മേഖലകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം,
ഏത് മേഖലയിൽ ആരെ വളർത്തുവാനാ, ആർക്ക് വെള്ളമൊഴിക്കുവാനാ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? ആർക്ക് കാവൽ നിൽക്കുവാനാ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇങ്ങനെയുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മളെ നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പലരും ഉണ്ട്. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും, ചിലർക്ക് വേണ്ടി ചില ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാനായിരിക്കും, ചിലർക്ക് വേണ്ടി ചില സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുക്കാനായിരിക്കും, ചിലർക്ക് ശാരീരികമായ ചില കാര്യങ്ങൾ ചെയ്യാനായിരിക്കാം, ചിലരെ ചില വഴികൾ കാണിച്ചു കൊടുക്കാനായിരിക്കാം. പലരെ ആരെയൊക്കെയോ സൂക്ഷിക്കുന്നതിന് വേണ്ടി, ആർക്കൊക്കെ കാവൽ നിൽക്കുന്നതിന് വേണ്ടി ദൈവം എന്നെയും നിങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. ഇതാണ് പരിശുദ്ധ നമുക്ക് ഏൽപ്പിച്ചു തരുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാവൽക്കാരെ നിയോഗിക്കുന്നത് പോലെ നമ്മളെ ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആരുടെയൊക്കെ ആത്മാവിനെ വളർത്തുന്നതിന് വേണ്ടി, ആരുടെയൊക്കെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെ ദൈവം കാവൽക്കാരായി നിയോഗിച്ചിരിക്കുക. ഈ ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തയോടെയാണോ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. അമ്മ പറയുകയാണ്, കാവൽക്കാർ സുഖാന്വേഷികളായി മാറിയിരിക്കുന്നു. ഇന്ന് കാവൽക്കാരായ നമ്മൾ ചിന്തിക്കണം, ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി ഇന്ന് അന്വേഷിച്ച് നടക്കുകയാണോ? എൻ്റെ ശരീരത്തിൻ്റെ സുഖം, ഒരുപക്ഷെ എൻ്റെ ചില ആനന്ദങ്ങൾ, എൻ്റെ എന്തൊക്കെയോ സുഖാന്വേഷണത്തിന് വേണ്ടി ഞാൻ സുഖാന്വേഷിയായി മാറിപ്പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനാണ് പരിശുദ്ധ അമ്മ പറയുക. ഇന്ന് കാവൽക്കാർ സുഖാന്വേഷികളായി മാറുന്നു. ആയതിനാൽ പൂന്തോട്ടം വാടി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് വലിയൊരു അപകടകരമായ കാര്യമാണ്. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാനത് ഏറ്റവും വിശ്വസ്തയോടുകൂടി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിർവഹിക്കുന്നില്ലെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് ഏതെങ്കിലും സുഖത്തിന് പുറകെ, സുഖലോലുപതയ്ക്ക് പുറകെ, ധാരാളിത്തത്തിന് പുറകെ ഞാൻ പോകുമ്പോൾ ഒരുപക്ഷെ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കാതെ പോകുമ്പോൾ, അവർ ശുഷ്കിച്ചുണങ്ങി പോകുമ്പോൾ ഞാനാണതിന് ഉത്തരവാദി എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഓഫീസുകളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ശുശ്രൂഷ മേഖലകളിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മളായിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ദൈവം നമ്മളെ കാവൽക്കാരായി നിയമിച്ചിരിക്കുകയാണ്. ഈ ഒരു ദൈവത്തിൻ്റെ കാവൽക്കാരൻ നിലയിൽ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എത്രമാത്രം വിശ്വസ്തയോടെ ഞാൻ നിർവഹിക്കുന്നു, അതോ ഞാനൊരു സുഖാന്വേഷിയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ അവിശ്വസിക്കുകയും അവയോർത്ത് നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പരിശുദ്ധം പറയുക. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ അവിശ്വസിക്കുകയും നിങ്ങൾ അവയോട് വിശ്വസ്ത പുലർത്തുന്നത് കാണുമ്പോൾ, ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നത് കാണുമ്പോൾ നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന അനേകർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. ദൈവിക കാര്യങ്ങളിൽ നിങ്ങൾ അല്പം താല്പര്യം കാണിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, നിങ്ങൾ ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുവാൻ നിങ്ങൾ സന്മനസ് കാണിക്കുമ്പോൾ, ദൈവിക കാര്യങ്ങൾ നിങ്ങൾ വ്യാപൃതരാകുമ്പോൾ പലരും നിങ്ങളെ പരിഹസിച്ചെന്നിരിക്കും. അമ്മ പറയുകയാണ്, അവരെ നിങ്ങൾ ഭയപ്പെടരുത്. യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോവുക. യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ പലരും നിങ്ങളെ പരിഹസിച്ചെന്നിരിക്കും. മറ്റുള്ളവർക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ അവർ അവിശ്വസിക്കും. എന്നാൽ നിങ്ങൾ ഇവരെ ഒന്നും ഭയക്കാതെ യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അമ്മ വലിയൊരു ആശ്വാസം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അമ്മ പറയുക, മക്കളെ, നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങൾ ബലഹീനരാണ്, പല രീതിയിലുള്ള പാപ സാഹചര്യങ്ങളിലൊക്കെ കടന്നു പോകാൻ സാധ്യതയുള്ളവരാണ്. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്തിരിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ വലിയ കൊടും പാപത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. പരിശുദ്ധ പറയുകയാണ്, നിങ്ങൾ ദൈവ കരുണയിൽ ആശ്രയിക്കണം. രണ്ട്, നിങ്ങൾക്ക് ഹൃദയത്തിൽ അനുതാപം ഉണ്ടായിരിക്കണം. നിങ്ങൾ എത്ര
എത്ര വലിയ പാപിയാണെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ അനുതാപത്തോടു കൂടി ദൈവസ്ഥനിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ആർദ്ര ഹൃദയനാണ്. അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, നിങ്ങളെ രക്ഷിക്കും. പ്രിയമുള്ള സമയം, വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുലിഖിതത്തിലുള്ള ഇപ്രകാരം 20 നമ്മൾ കാണുന്നുണ്ടല്ലോ. വചനം നമ്മെ പഠിപ്പിക്കുക, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശം. നീ എത്ര വലിയ കൊടും പാപിയാണെങ്കിലും നീ വിഷമിക്കരുത്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. നീ അനുതാപത്തോടു കൂടി കുമ്പസാരിച്ച് തിരിച്ചു വരിക, വീണ്ടും ആ പാപത്തിലേക്ക് പോകരുത്. കർത്താവ് നിന്നെ വീണ്ടെടുക്കും. കാരണം വചനം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കാത്തതാണ്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പുതിയ സ്നേഹം കൊണ്ട് ദൈവം എന്നെ ആവരണം ചെയ്യുമെന്ന് പരിശുദ്ധം പഠിപ്പിക്കുക. നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.